every hour. കെ കരുണാകരന്റെ ദത്തുപുത്രനായിരുന്നു ഒരു കാലത്ത് എം.എ. വാഹിദ്. കരുണാകരൻ എന്ന ലീഡറുടെ അരുമ ശിഷ്യൻ. KSUവിലെ തീപ്പൊരി പിന്നീട് കരുണാകരന്റെ ശത്രുപക്ഷത്തായി. ലീഡറെ വെല്ലുവിളിച്ച് സ്വതന്ത്രനായി മത്സരിച്ച് നിയമസഭയിലെത്തിയ പോരാളി. ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ നിയമസഭാംഗവുമാണ് അഡ്വക്കേറ്റ് എം.എ. വാഹിദ്. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തെയാണ് അദ്ദേഹം ഏറെക്കാലം പ്രതിനിധീകരിച്ചത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വാഹിദ് മത്സരിക്കാൻ തയ്യാർ. നെടുമങ്ങാടിനോടാണ് കൂടുതൽ താൽപര്യം. പഴയ കഴക്കൂട്ടം മണ്ഡലത്തിലെ ചില പ്രദേശങ്ങളടക്കം നെടുമങ്ങാട് മണ്ഡലത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വാഹിദിന് ഈ മേഖല സുപരിചിതം. 2001 മുതൽ 2016 വരെ തുടർച്ചയായി 15 വർഷം, അതായത് 3 തവണ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2001 കോൺഗ്രസ് വിമതനായി മത്സരിച്ചാണ് അദ്ദേഹം ആദ്യമായി വിജയിച്ചത്. പിന്നീട് കോൺഗ്രസിൽ തിരിച്ചെത്തുകയും 2006, 2011 തിരഞ്ഞെടുപ്പുകളിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി വിജയിക്കുകയും ചെയ്തു. KSU ജില്ലാ ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കരുണാകരന്റെ പിന്തുണയിലായിരുന്നു ഇതെല്ലാം. അണ്ടൂർക്കോണം പഞ്ചായത്ത് പ്രസിഡന്റായത് 1988-ലാണ്. അതിനുശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറും പ്രതിപക്ഷ നേതാവും നിലകളിലും പ്രവർത്തിച്ചു. കണിയാപുരത്താണ് ജനനം. BSc LLB ബിരുദധാരിയാണ്. തൊഴിൽപരമായി ഒരു അഭിഭാഷകനാണ്. ഇപ്പോൾ KPCCയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളായി രാഷ്ട്രീയത്തിൽ സജീവമാണ്. എം.എ. വാഹിദിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നിമിഷം 2001 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുകയും ഔദ്യോഗിക UDF സ്ഥാനാർത്ഥിയെയും LDF സ്ഥാനാർത്ഥിയെയും പരാജയപ്പെടുത്തി അട്ടിമറി വിജയം നേടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങിപ്പോയി. കഴക്കൂട്ടം മണ്ഡലത്തിൽ ടെക്നോ പാർക്കിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങളിലും കിൻഫ്ര പാർക്ക് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലും അദ്ദേഹം സജീവമായി ഇടപെട്ടിരുന്നു. നിലവിൽ കോൺഗ്രസിന്റെ നയരൂപീകരണത്തിലും സംഘടന ശക്തിപ്പെടുത്തുന്നതിലും അദ്ദേഹം നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. ഈ കണിയാപുരത്തുകാരൻ നെടുമങ്ങാട് കോൺഗ്രസിനായി മത്സരിക്കാൻ എത്തിയാൽ പോരാട്ടം തീപാറും.